ലാലേട്ടൻ വന്നു പോയതിനു ശേഷം റസ്മിനും ജിൻഡോയും പൊരിഞ്ഞാട്ടി നടക്കുന്നുണ്ടായിരുന്നു. ജിൻഡോയെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ടാണ് റസ്മിൻ അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നത്. താങ്കളുടെ അടുത്ത് ഞാൻ മാന്യമായിട്ട് നിന്നു, താങ്കളുടെ അടുത്ത് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും എൻ്റെ മാന്യതയുടെ അത്രയും ലെവലിൽ ഞാൻ നിന്ന് താങ്കളുടെ അടുത്ത് പെരുമാറി. തിരിച്ചു പക്ഷെ താൻ അങ്ങനെയല്ല ചെയ്തത്, കള്ള എന്ന് വിളിച്ചുകൊണ്ട് ജിൻഡോയുടെ അടുത്ത് സംസാരിക്കുന്ന റസ്മിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു എന്നാണ് അവിടെ റസ്മിൻ പറയുന്നത്. ലാലേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞു, റസ്മിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. പിന്നെ നമുക്കും കൂടുതലായിട്ട് ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, ചിലപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയില്ല. പക്ഷേ റസ്മിൻ ചെയ്ത തെറ്റുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻസി റസ്മിന്റെ മോശമാണ് എന്നുള്ള കാര്യങ്ങൾ. അതിൽ ജിൻഡോയുടേതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അതായിരിക്കണം അവിടെ കിടന്നുകൊണ്ട് ജിൻഡോനെ കിടന്ന് കള്ളം പറയുന്നവനെ കള്ള എന്നൊക്കെ വിളിച്ചുകൊണ്ട് നിങ്ങൾ വായ തുറന്ന കള്ളം മാത്രമല്ലേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസ്മിൻ ഇനി എൻ്റെ ക്ഷമയുടെ ഇത് കഴിഞ്ഞു, ഞാൻ ഇനി പഴയ പോലെ തന്നെയാവും, അല്ലാതെ ഇനി ഞാൻ മാന്യമായി നിൽക്കുന്നത് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വഴക്കിടുന്ന ജിൻഡോയെയും റസ്മിനെയും കാണാനായിട്ട് സാധിച്ചു. എന്തായാലും റസ്മിന് ഇത് നെഗറ്റീവ് അടിക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് 100% ഷുവറാണ്. ജിൻഡോയുടെ അടുത്ത് ഇതുപോലൊരു കള്ള എന്നൊക്കെ വിളിച്ചുകൊണ്ട് റസ്മിൻ അവിടെ വഴക്കിടുന്ന സമയത്ത് റസ്മിൻ ഇതുവരെ നിന്ന ആ ഒരു നെഗറ്റീവ് ഭാഗം ഇനി റസ്മിനെ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ റസ്മിൻ ഇത് പക്ക നെഗറ്റീവ് അടിക്കുകയുള്ളൂ.